ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടി നല്ല വൃത്തിയായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള മെസ്സേജാണ് ബ്രോ ഡെയിലി കഴുകാറുണ്ടോ വണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് അല്ലെങ്കിൽ പോളിഷ് ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന്. സത്യം പറഞ്ഞാൽ ശരിക്കും ലിക്വിഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ പോളിഷോ കാര്യങ്ങളോ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നില്ല. വണ്ടി വാഷ് ചെയ്യാറുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിക്കുന്ന നമ്മൾ ആ ഒരു ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യാറ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു മീഷോയിൽ നിന്ന് ഞാൻ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. സംഭവം യൂസ് ചെയ്തതിന് ശേഷം നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് കൂടെ യൂസ് ആവട്ടെ എന്ന് വിചാരിച്ചൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആംബാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. മീഷോ റാൻഡമായിട്ട് വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കിട്ടിയൊരു ബ്രാൻഡാണ്. അപ്പോൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് മേടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല റിസൾട്ട് കിട്ടിയാൽ നല്ല ബെറ്റർ റിസൾട്ട് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ബോട്ടിലിന് ശേഷം വീണ്ടും ഒരെണ്ണം കൂടെ ആ സൈസ് എടുത്തു. അതിനുശേഷം വീണ്ടും ഒരു വലിയ ബോട്ടിലും കൂടെ എടുത്തേട്ടാ. ഇത് ജസ്റ്റ് 200 ml ബോട്ടിലാണ്. സംഭവം കൊള്ളാം, നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ബോട്ടിൽ ക്യാപ്പ് ഒന്ന് ഇളക്കുക. ജസ്റ്റ് സ്പ്രേ ഫോർമാറ്റ് ആണ്. ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ടല്ലോ, ക്ലോത്തിന് പുറത്തായിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ സ്പ്രേ ചെയ്യുന്ന പോലെ ഇതിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പെയിൻറ്റിംഗ് പാർട്സ് ഉണ്ടല്ലോ, ഈ പെയിൻറ്റിംഗ് പാർട്സിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് തുടച്ചൊന്ന് നൈസാക്കി കൊടുക്കുക. അപ്പോൾ 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതൊന്ന് ഡ്രൈ ആവാനായിട്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നേരത്തെ ഉപയോഗിച്ച ആ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് തന്നെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ നമ്മൾ കഴുകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യില്ല. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് നൈസായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. നമ്മൾ എവിടെയൊക്കെയാണോ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ഈ പെയിൻറ്റിംഗ് പാർട്സ് ഉണ്ടല്ലോ, അതായത് ഗ്ലോസി ആയിട്ടിരിക്കുന്ന പെയിൻറ്റിംഗ് പാർട്സിലാണ് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് മാക്സിമം ഒന്ന് ഹാർഡായിട്ട്, അതായത് നമ്മുടെ നല്ല പ്രഷർ കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഗ്ലോസിനെസ് നല്ലപോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്ലോസി ഫിനിഷ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ തുടച്ച്, അതായത് റബ്ബ് ചെയ്ത് തുടച്ച് കളഞ്ഞതിന് ശേഷം ഇതിൽ ഓയിൽ എഫക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡസ്റ്റ് അട്രാക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. പൊടി വന്ന് അപ്പിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഈ ഒരു ആംഗിളിൽ നോക്കുന്ന സമയത്തൊക്കെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. ഞാൻ അല്ലാതെ വെറുതെ വന്ന് നിങ്ങൾക്ക് ചെയ്യൂല എന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്നവരൊക്കെ അറിയാൻ പറ്റും. വെറുതെ വന്നിട്ട് അത് കൊള്ളാമെന്ന് ഞാൻ പറയാറില്ല. നല്ലൊരു സാധനമാണെങ്കിൽ അത് ബാക്കിയുള്ളവരുടെ യൂസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടോന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഇൻബോക്സിൽ പ്രോഡക്റ്റിന് ലിങ്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റ്.